أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والصلاة والسلام على رسول الله والفائزين رضوان الله أما بعد. പ്രിയപ്പെട്ട മൊയ്തീൻ മുസ്ലിയാർ അവർകൾ, സയ്യിദന്മാർ, പണ്ഡിതന്മാർ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഈ ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന ഒരു സ്വാലിയായ അമലായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഉൾപ്പെടെ എല്ലാം നാളെ ആഖിറത്തിലേക്ക് ഗുണം ചെയ്യുന്ന നന്മയുള്ള ഒരു പ്രവർത്തനമായി നമ്മളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ അല്ലാഹു സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ ശില്പിയും വിശാലമായ ഈ ക്യാമ്പസും ഇതടങ്ങുന്ന സ്ഥലവുമൊക്കെ ഈ സ്ഥാപനത്തിന് നൽകിയ ബഹുമാനപ്പെട്ട പള്ളിപ്പുറം മൊയ്തീൻ മുസ്ലിയാർ ഉസ്താദ് അവർകൾ അല്ലാഹു നല്ല ആരോഗ്യത്തോടുള്ള ദീർഘായുസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഇനിയും ഈ ക്യാമ്പസിൽ ഒരുപാട് സംരംഭങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. 10.5 ഏക്കർ ഭൂമിയാണല്ലോ ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ റോഡിൻ്റെ വലതുഭാഗത്തുള്ള പള്ളിയുടെ പിൻഭാഗത്തായിട്ട് മുകളിലേക്കുള്ള സ്ഥലങ്ങളൊക്കെ ഈ ക്യാമ്പസിൻ്റേതാണ്, ഉസ്താദ് തന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിലൊക്കെ വ്യത്യസ്തമായ പരിപാടികളും പദ്ധതികളൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. അല്ലാഹു അതൊക്കെ കാണാനും അതിലൊക്കെ പങ്കാളിയാക്കാനും ബഹുമാനപ്പെട്ട മൊയ്തീൻ മുസ്ലിയാർ ഉസ്താദ് അവർക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ 2 ഭാര്യമാർ നമ്മുടെ പള്ളിയുടെ സമീപത്ത് തന്നെ മരണപ്പെട്ടു. നേരത്തെ അവിടെ കിടക്കുന്നുണ്ട്. അല്ലാഹു നമ്മൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ അവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് പാരൻസ് അസംബ്ലി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യൂലാൻഡിലെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ, അവരുടെ രക്ഷിതാക്കൾ സംഗമിക്കുന്ന ഒരു വേദിയിലാണ്. ഈ വേദി കൊണ്ട് ഇന്ന് നമ്മൾ ലക്ഷ്യമിടുന്നത് പഠനേതര രംഗത്ത് കുട്ടികളുടെ മികവുകളും കഴിവുകളും നമ്മൾ തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദനങ്ങൾ നൽകേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കുട്ടികളുടെയും വിഷയങ്ങൾ നേരിട്ട് അറിയുന്നതിനും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കേൾക്കുന്നതിനുമാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വ്യത്യസ്ത സെഷനുകളാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. കാലോചിതമായി നമ്മൾ മാറ്റേണ്ട, അല്ലെങ്കിൽ തിരിച്ചറിയേണ്ട, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലും ഇന്നത്തെ IT മേഖലകളുമൊക്കെ എടുത്തു പരിശോധിച്ചാൽ ഒരു 15 വർഷം മുമ്പുള്ളതിനേക്കാൾ അതിൻ്റെ ഗ്രാഫിക് എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് വലിയ മാറ്റങ്ങളാണ് കാണുന്നത്. ജോലിയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ജീവിത ശൈലിയിലാണെങ്കിലും താമസത്തിലാണെങ്കിലും കുട്ടികളുടെ പഠനത്തിലാണെങ്കിലും കുട്ടികളുടെ വളർച്ചയിലാണെങ്കിലൊക്കെ
ഏത് മേഖലകൾ എടുത്തു പരിശോധിച്ചാലും ആ മേഖലകളിലൊക്കെ നമുക്ക് വലിയ മാറ്റങ്ങളെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങൾക്കൊപ്പം നമ്മളും മുന്നേറേണ്ടത് നിർബന്ധമാണ്. അറിഞ്ഞ സംഗമങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ പുരോഗതിക്ക് ആവശ്യമായ ഘടകങ്ങൾ കണ്ടെത്തിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രായോഗികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിലുള്ള ഒരു സെഷൻ ഇവിടെ നമുക്ക് നടത്തുന്നുണ്ട്. കുട്ടികളുടെ എബിലിറ്റികൾ, അവരുടെ വ്യത്യസ്തമായ കഴിവുകൾ പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ കഴിയാറില്ല. സ്വതവേ നമ്മളുടെ തിയറി അനുസരിച്ച് LKG കുട്ടിയെ ആക്കും, പിന്നീട് അത് 1-ാം ക്ലാസ് 10-ാം ക്ലാസ്സിലെത്തും. 10-ാം ക്ലാസ്സിലെത്തിയതിന് ശേഷം ആ കുട്ടിക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ആ കുട്ടിയുടെ താല്പര്യം ഒരുപക്ഷെ കൂട്ടുകാരുടെ താല്പര്യത്തിൻ്റെ പിൻഫലമായിരിക്കും. രണ്ടാമതായി നമ്മുടെ പാരൻസ് ചില വിഷയങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഒരു സെഷനും ഉണ്ടാവും. മറ്റൊന്ന്, കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ബൂസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സൈക്കോളജിക്കലായിട്ടുള്ള വിഷയങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളും പ്രതിപാദിച്ചുകൊണ്ട് ഡോക്ടർ മുഹമ്മദ് റിയാസ് സാർ നമ്മോട് സംവദിക്കും ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം അവസാനമായി നമുക്ക് പ്രാർത്ഥനയും നസീഹത്തും നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ ഇവിടെ എത്തും. അങ്ങനെ ഉച്ചയോടുകൂടി ഏകദേശം 2 മണിയോടുകൂടി ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കും. ഇതിന് ശേഷം നിങ്ങൾക്കുള്ള അടുത്ത സെഷൻ ഹിഫ്ളിൽ പഠിക്കുന്ന കുട്ടികൾ, സ്കൂൾ ബോർഡിങ്ങിൽ പഠിക്കുന്ന കുട്ടികൾ, അപ്പോൾ കുട്ടികളുടെ ഓരോ സെഷനിലെയും അധ്യാപകരെ നേരിട്ട് കണ്ട് അവരുടെ എല്ലാത്തിൻ്റെയും പ്രോഗ്രസ്സിനെ കുറിച്ച് തിരിച്ചറിയലാണ്, അല്ലെ ചോദിച്ചറിയലാണ്. അത് മദ്രസയുണ്ട്, ഹിഫ്ളുണ്ട്, സ്കൂൾ വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഏറ്റവും അടിയിലുള്ള ഓരോ സ്കൂളിന് 2 റൂമും ഹിഫ്ളിന് 1 റൂമും മദ്രസക്ക് 1 റൂമുമായിട്ട് അങ്ങനെ വ്യത്യസ്ത റൂമുകളായിട്ട് താഴെ നിലയിൽ ഗ്രൗണ്ട് നിലയിൽ അത് സജ്ജീകരിച്ചിട്ടുണ്ട്. ആവശ്യമായ അപ്പോൾ ആവശ്യമായ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ, എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്നെ അറിയിക്കുകയും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. അവരുടെ മാർക്ക്, അറ്റൻഡൻസ്, ക്ലാസ്സിലുള്ള പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ച് അറിയിക്കാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ആ വിഷയത്തിൽ പങ്കെടുക്കാം. അതിന് ശേഷം മാത്രമേ ക്യാമ്പസിൽ നിന്ന് പോവാവൂ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇവിടെ പഠിക്കുക എന്നുള്ളതിലുപരി അവരുടെ പഠനം നമ്മൾ കൂടെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളൊക്കെ ഇന്ന് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലെല്ലാവരും പങ്കാളി ആകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ സെക്ഷനും പൂർണ്ണമായും കേൾക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഉമ്മമാരോട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് വിശാലമായി അവർക്ക് കളിക്കാനുള്ള സൗകര്യമുണ്ട്.
അവരെ കൂടെ വിട്ടാൽ നിങ്ങൾക്കും അവർക്കും സൗകര്യമാകുമെന്നാണ് തോന്നുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മൾ ഈ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം ശരിക്കും നമ്മളെ മനസ്സിൽ വരേണ്ടത് ഇലാഹിയായ ഒരു താല്പര്യമാണ്, അഥവാ സുബ്ഹാനല്ലാഹ് എന്നൊരു വാക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. ഈ ഡിഫറൻസ്, ഇത്ര അകലത്തിലുള്ള കോടാനിക്കോടി ആളുകൾ, ഇത്ര അകലേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ അല്ലാഹു തആല പഠിച്ചത് കോടിക്കണക്കിന് ജനങ്ങളെയാണ്. കോടിക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു, ഇപ്പം ജീവിച്ചിരിക്കുന്ന കോടിക്കണക്കിലുണ്ട്. എന്നാൽ തന്നെ ഇവരാരുടെയും ഒരു ഫിംഗറും എന്തല്ല, ഒരാളുടേതല്ല എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു ഇലാഹിയായ വലിയ ഒരു സംഭവമാണ് ഇതിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പം ആ ടെസ്റ്റ് എന്ന് കേട്ടപ്പം തന്നെ കുട്ടികളിൽ നമ്മൾ പല കുട്ടികളിലും ടെസ്റ്റ് നടത്തുകയും അതിൽ നിന്ന് കുട്ടികളുടെ പഠന വൈഭവം, പഠന രീതി, പഠന ശൈലി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, കേട്ട് പഠിക്കുന്ന കുട്ടിക്ക് ഉറക്കെ വായിച്ചാലേ പഠിക്കാൻ കഴിയുള്ളൂ. കണ്ട് പഠിക്കുന്ന, വരികൾക്കിടയിൽ മൗനമായി ഇങ്ങനെ ഇരിക്കും, മൗനമായി ഇങ്ങനെ വായന നടത്തും. മൗനമായി വായിക്കുന്ന കുട്ടികളോട് ഒരിക്കലും നമ്മൾ ഉറക്കെ വായിക്കണമെന്ന് പറയാൻ പാടില്ല. സ്വാഭാവികമായിട്ടും വീടുകളിലൊക്കെ നടക്കാറ്, കുട്ടി ഉറക്കെ വായിക്കുകയാണെങ്കിൽ കുട്ടി നല്ലോണം പഠിക്കുകയും കുട്ടി മൗനമായി പഠിക്കുകയാണെങ്കിൽ കുട്ടിയൊന്നും പഠിക്കുന്നില്ല എന്നൊരു മെൻറ്റാലിറ്റിയാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് പൊതുവെ. സത്യത്തിൽ കുട്ടിയുടെ പേഴ്സണാലിറ്റി, അവളുടെ കഴിവ്, ആ കഴിവ് ബേസ് ചെയ്തിട്ടാണ് ശരിക്കും ആ കുട്ടി ഉറക്കെയാണ് വായിക്കേണ്ടത്, അല്ല നിശബ്ദരായാണ് ഇരിക്കേണ്ടത്. എന്നാൽ മറ്റൊരു വിഭാഗം, മൂന്നാമത്തെ വിഭാഗമുണ്ട്, അവർക്ക് ചെയ്ത് പഠിപ്പിക്കേണ്ടവരാണ്. അപ്പം ലേണിങ്ങിൽ 3 വിഭാഗമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ 3 സെഷനുള്ള ആളുകളെ മിക്സ് ചെയ്ത് ഇരുത്തിയാൽ അപ്രായോഗികമാണ്. നല്ല ശബ്ദത്തിൽ വായിക്കുന്ന കുട്ടികൾ ഉള്ള റൂമിൽ നിശബ്ദരായി പഠിക്കുന്ന കുട്ടികളെ ഇരുത്താൻ പറ്റൂല. അപ്പം എത്ര കുട്ടികളാണ് നിശബ്ദരായി പഠിക്കാൻ എബിലിറ്റി ഉള്ള ആളുകൾ, അതിൻ്റെ കഴിവുള്ള ആളുകൾ എത്ര പേര് എന്ന് നമ്മൾ നോക്കൂ. അപ്പോൾ അവരെ നിശബ്ദമായ റൂമിലേക്ക് മാത്രമേ അവരിരുത്താൻ പാടുള്ളൂ. എന്നാൽ ഉറക്കെ വായിച്ച് പഠിക്കേണ്ട കുട്ടികളുണ്ട്, അവരെ കഴിവ് അങ്ങനെയാണ്. ഞാൻ ഈ ടെസ്റ്റ് നടത്തിയിരുന്നു. അപ്പോൾ ഈ ടെസ്റ്റ് നടത്തിയപ്പോൾ എൻ്റെ കഴിവ് ഈ വിഷയത്തിൽ കേട്ട് പഠിക്കലാണ് ഏറ്റവും കൂടുതൽ കഴിവ്. അപ്പം ഞാൻ പൊതുവെ പുസ്തകങ്ങളൊക്കെ പരമാവധി വായിക്കാറുണ്ട്. അപ്പോൾ പുസ്തകങ്ങൾ പരമാവധി വായിക്കുന്ന നേരം ഒരു 10 പേജ് വായിച്ചാൽ ഒരു പക്ഷേ എനിക്ക് അതിൽ നിന്ന് ഒരു പേജിലെ പോലും ക്ലിയറൻസ് കിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയില്ല. നേരെ വെച്ച് 1 മണിക്കൂറുള്ള ഒരു പ്രസംഗം കേട്ടാൽ പെട്ടെന്ന് തന്നെ ആ പ്രസംഗത്തിൽ പറഞ്ഞ കണ്ടൻസും അതിലെ പ്രധാന പോയിന്റുകളൊക്കെ എനിക്ക് പെട്ടെന്ന് കിട്ടും. ഇത് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് സത്യത്തിൽ സാറോടെ തന്നെ ഞാൻ ടെസ്റ്റ് നടത്തി അത് എത്രത്തോളം പോസിറ്റീവാണ് എന്ന് മനസ്സിലായി. അപ്പോൾ സാറെന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കുള്ള കഴിവ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ ഈ കുട്ടികൾ എന്നല്ല, നമ്മൾ വലിയവർ തന്നെ ഈ കഴിവുകളെ തിരിച്ചറിയുകയും നമ്മൾ തന്നെ നമ്മുടെ കഴിവുകളെ അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. നേരത്തെ തന്നെ അവരെ ഒരു ബേസിക്കലായിട്ട് പറഞ്ഞ ഡോക്ടർ, നേരത്തെ സാർ എന്നോട് സംസാരത്തിൽ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഡോക്ടർ സാറ് പറഞ്ഞു, അച്ഛനും അമ്മയും ഡോക്ടറായി, അപ്പം മകളെയും ഡോക്ടറാക്കി. അങ്ങനെ മകൾ ഡോക്ടറാകുകയും അങ്ങനെ ഹോസ്പിറ്റല് ഡോക്ടറായിട്ട് സർവീസ് ചെയ്യുകയും ചെയ്ത സമയത്താണ് ഈ ടെസ്റ്റ് ആ ഡോക്ടർക്ക് മകൾക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് ആ ഡോക്ടറുടെ കഴിവ് ശരിക്കും ഡോക്ടറേറ്റ് മാനേജ്മെൻറ്റിലായിരുന്നു കഴിവ്. ആരെ പേര് പറഞ്ഞിരുന്നു സാറ്? അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ ഈ കഴിവ് തിരിച്ചറിഞ്ഞപ്പം ഈ ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛനോടും അമ്മനോടും പറഞ്ഞ് രാജിവെച്ചിട്ട് ആ മാനേജ്മെൻറ്റ് കോഴ്സ് പഠിച്ചു. മാനേജ്മെൻറ്റ് കോഴ്സ് പഠിച്ചപ്പോൾ നിലവിലുള്ള ഡോക്ടർ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ എഫക്റ്റീവായിട്ട് മാനേജ്മെൻറ്റ് ഫീൽഡ് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു. പിന്നീട് ആ ഹോസ്പിറ്റലിൽ തന്നെ, അല്ലേ, അമൃത ഹോസ്പിറ്റലിൽ തന്നെ പിന്നീട് മാനേജ്മെൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു.
അപ്പോൾ ഇതൊരു നമുക്ക് തന്നെ അറിയാം, ക്ഷീര കർഷകർക്ക് അവാർഡ്, പുതിയ എഞ്ചിനീയർ ക്ഷീര കർഷകനായി അവാർഡ് നേടി എന്നൊക്കെ പറയും. അതായത് പശുവിനെ വളർത്തി പാലുൽപാദനം നടത്തി ഭീമമായ സംഖ്യ ലാഭിക്കുന്നു എന്ന് നമ്മൾക്ക് ഒരുപാട് യൂട്യൂബുകളൊക്കെ സെർച്ച് നോക്കിയാൽ കാണും. സത്യത്തിൽ ഇയാൾ ഒരു എഞ്ചിനീയർ ആകേണ്ട ആളായിരുന്നില്ല. ഇയാൾ ശരിക്കും ചെയ്യേണ്ടത് അഗ്രികൾച്ചറിൽ ചേർന്നിട്ട് അതിൽ MD-യും PhD ഒക്കെ എടുത്തിരുന്നെങ്കിൽ ഒരുപാട് ഫാമുകളുടെ MD ആകാനുള്ള കഴിവ്, യോഗ്യതയുള്ള ആളുകളായിരുന്നു ഇയാൾ. ഇതാണ് ഇയാളെ കഴിവ്. പക്ഷേ എഞ്ചിനീയറിന് പോയി കണ്ട് 2, 3, 4 വർഷം വേസ്റ്റ് ആക്കുകയാണ് ചെയ്തത്. ഏത് ബിസിനസ്സാണ്, ചില ആളെ അക്കൗണ്ടിലായിരിക്കും ആക്കേണ്ടത്, മറ്റു ചിലരെ മാർക്കറ്റിങ്ങിലാക്കി ആക്കേണ്ടത്. ഈ മാർക്കറ്റിലുള്ള ആളുകളെ അക്കൗണ്ടിൽ പിടിച്ചാക്കിയാലും അക്കൗണ്ടിൽ ചെയ്യേണ്ട ആളെ മാർക്കറ്റിംഗ് കിട്ടാനും രണ്ട് ഫലമാണ് ഉണ്ടാകുക. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് അത് ഷോർട്ട് ടൈം. അപ്പോൾ ഇത് ചെയ്യൽ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷനിലൊക്കെ അത് ചെയ്യൽ നിർബന്ധമാക്കണം എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാരണം കുട്ടികളെ കഴിവ് തിരിച്ചറിഞ്ഞാൽ തന്നെയുള്ളൂ കുട്ടികളെ പലപ്പോഴും അതിൽ മുന്നിട്ടിടാൻ കഴിയും. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ മകള് ഇവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇവിടെ അവരെ ഭാര്യ ഇവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത്, ഖുർആൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവൾ ചെറുപ്പത്തിൽ തന്നെ ആ ക്ലാസ്സിൽ കയറിയിരിക്കും. അവളിങ്ങനെ ഇഫ്ള് പഠിക്കും. പക്ഷേ ഇഫ്ളിൽ എത്ര കഴിവുണ്ടെന്നൊന്നും എനിക്ക് തിരിച്ചറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ അവസാനം അവൾ എവിടെ നിന്നൊക്കെ ഒപ്പിച്ച് പഠിച്ച് പിന്നീട് കുറച്ച് സൂറത്തായി. അപ്പോൾ വല്യപ്പനോട് പറഞ്ഞപ്പോൾ വല്യപ്പ ഒരു പെൻ ഖുർആനൊക്കെ വാങ്ങിക്കൊടുത്തു 10 സൂറത്ത് പഠിച്ചപ്പോൾ 3ാം ക്ലാസ്സിൽ നിന്ന്. അങ്ങനെ അവൾക്ക് പിന്നീട് 3 പഠിച്ചപ്പോൾ ഖുർആൻ പഠിച്ചു. പിന്നെ ഒരു 5-6 ജുസ് കഴിഞ്ഞപ്പോൾ പഠിച്ചു. പിന്നെ ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ അവൾക്കതിൽ പിന്നീട് ദുബായിൽ ഇൻ്റർനാഷണൽ ഹോളി ഖുർആൻ പരിപാടിയിൽ വേറെ കുട്ടിയുടെ പേരിൽ ഇവിടുന്ന് പോയപ്പോൾ അവരെ കൊണ്ടുപോയപ്പോൾ അവർ അത് കേട്ടപ്പോൾ അവൾക്കൊരു വാശിയായി, ഞാൻ ഖുർആൻ ഫുള്ളും പഠിക്കണം. നോക്കുന്ന 11 വയസ്സിൽ അവൾ ഖുർആൻ പൂർണ്ണമായിട്ട് പഠിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് തന്നെ ഒരു പക്ഷേ നമ്മൾ അറിയാതെ അവരുടെ കഴിവിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ചില ആളുകൾ, എനിക്കറിയാം ഉമ്മമാരൊക്കെ ഇഫ്ള് ഫുള്ളാക്കണം കരുതിയിട്ടാണ് വരുന്നത്. പക്ഷെ ഫുള്ളാവില്ല. കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷങ്ങളിലൊക്കെ ചില കുട്ടികൾ എനിക്ക് ഇഫ്ളിന് താല്പര്യമില്ല, എനിക്ക് കുറച്ച് ആക്ടിവിറ്റീസിനാണ് താല്പര്യം എന്ന് നമ്മളോട് പറയാറുണ്ട്. അവർക്ക് എഴുതാൻ, അത് വായിക്കാൻ, അല്ലെങ്കിൽ കുറേ പാടാൻ, പദ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ബുർദകൾ, സ്വലാത്തുകൾ, ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്, പഠിക്കാനുള്ള ബെയ്ത്തുകൾ പഠിക്കാനുള്ള താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് കഴിഞ്ഞാൽ അവർ ബേസിലേക്കലായിട്ട് നമുക്ക് അവർക്ക് ഏതാണോ എങ്കിൽ അതിൽ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം +2 വിദ്യാർത്ഥികൾ 15 പേരുണ്ട്. അപ്പോൾ ഈ +2 വിദ്യാർത്ഥികളോട് നിർബന്ധമായും ചെയ്യുകയും തുടർന്ന് അതിനുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിപ്പിച്ചിട്ടുണ്ട് അവരോട് മാത്രം. അപ്പോൾ അത് പറയാൻ കാരണം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഇവിടെ ഈ ഇഫ്ള് പൂർത്തിയായിരിക്കുന്ന കുട്ടികൾക്കുള്ള സനദ് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. ആ സനദ് ഇൻഷാ അല്ലാഹ് ഈ വർഷമോ അടുത്ത വർഷ തുടക്കത്തിലോ, ഇപ്പം അവർക്ക് ഒരു പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ സ്ഥാപനം തുടങ്ങിയത് മുതൽ 4 വർഷം മുമ്പ് ഉൾപ്പെടെ ഇഫ്ള് പൂർത്തിയായിരിക്കുന്നവരുടെ പരീക്ഷ ഇപ്പോൾ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ്. ആ 4-5 സെമസ്റ്ററിലായിട്ടാണ് ആ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ അവരെ 57 പേരാണ് ഇപ്പം ഇവിടെ നിന്ന് പൂർത്തിയായവർ. അപ്പോൾ അവരെ ഒന്നിച്ച് വിളിച്ചു ചേർത്തുകൊണ്ട് അവരെ ഓരോ ആളുകളെക്കുറിച്ചും പഠിച്ച സമയത്ത് ഒരു കുട്ടി സയൻസാണ് +2 അപ്പോൾ തുടർന്ന് എന്താ BA അറബിക്കാണ് ചേരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് ചോദിച്ചു, എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് സയൻസ് പഠിച്ച് പിന്നെ BA അറബിക്ക് ചേരുന്നത്? അപ്പോൾ കുട്ടികളെക്കുറിച്ച് അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ജ്യേഷ്ഠത്തി പറഞ്ഞത് കൊണ്ടാണ് ആദ്യം സയൻസ് എടുത്തത്, ഇപ്പോൾ അവൾക്കത് താല്പര്യമില്ല. അപ്പോൾ ഈ കുട്ടികളുടെ ഏത് സബ്ജക്റ്റ് എടുക്കണം എന്നുള്ളത് ബേസിക്കലായിട്ട് കുട്ടികളുടെ കഴിവ് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് സത്യത്തിൽ അതിന് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇഫ്ളിൽ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഒരു 3 ദിവസത്തെ ക്യാമ്പ് ഇവിടെ നടത്തിയിരുന്നു. ഇവിടുന്ന് കഴിഞ്ഞ് പലരും ഡിഗ്രി പഠിക്കുന്നുണ്ട്, ചിലർ കല്യാണം കഴിഞ്ഞവരുണ്ട്, കുട്ടികളായവരുണ്ട്. ഏകദേശം 57 പേര് അടങ്ങുന്ന സംഘമാണ് ഇഫ്ള് പൂർത്തീകരിച്ചത്. അപ്പോൾ അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇഫ്ള് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. കാരണം കുട്ടികളുള്ള 8ഓളം കുട്ടികളുള്ള ആഫിലത്തുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇവർക്ക് അവരുടെ പ്രായം കുട്ടികളുണ്ടെങ്കിലും വീട്ടുജോലിയുള്ള സമയത്താണെങ്കിലും തുടർന്ന് എന്താണ് ഇവർക്ക് കിട്ടുക എന്ന ഒരു ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ടും ആൺകുട്ടികളാണെങ്കിൽ
നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുക ഗൾഫിൽ പള്ളികളിൽ ചാൻസ് ഉണ്ടാവും, നമ്മുടെ നാടുകളിൽ പള്ളികളിൽ ചാൻസ് ഉണ്ടാവും. ഹിഫ്ള് പഠിച്ച കുട്ടികൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ. ആ പെൺകുട്ടികൾക്ക് എന്ത് എന്നൊരു ചോദ്യത്തിന് പ്രത്യേകിച്ച് നമുക്കൊരു മറുപടി ഉണ്ടാവില്ല. അത് കണ്ടെത്തുകയും അത് പ്രായോഗികവൽക്കരിക്കുകയും ചെയ്യുകയാണ് നമ്മളെ ക്യാമ്പസ്. അവരെ വിളിച്ചു കൂട്ടി പറഞ്ഞ ഒന്ന്, ഹിഫ്ള് എന്നുള്ളത് പഠിക്കൽ നിർബന്ധമല്ല കാര്യമല്ല, പക്ഷെ പഠിച്ച് മറന്നാൽ അത് വലിയ കുറ്റം തന്നെയാണ്. ആ കുട്ടികളൊക്കെ വിളിച്ച് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, ആരെങ്കിലും ഈ ഹിഫ്ള് മറക്കുകയാണെങ്കിൽ ആ മറന്ന വിഷയത്തിൽ ഞാൻ ഒരു ഉത്തരവാദിയുമാവൂല. കാരണം അവരൊക്കെ പ്രായപൂർത്തി എത്തി ശേഷം നമ്മൾ പറയേണ്ട വിഷയമാണ്. അങ്ങനെ ഞാൻ അവരോട് നിങ്ങൾ മറന്നു പോകുന്നത് ഞാനൊരു ഉത്തരവാദിത്വമല്ല, പക്ഷെ മറക്കൽ കടുത്ത ഹറാമാണ്. മറക്കാതിരിക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മളെ ക്യാമ്പസിൽ നമ്മൾ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അവർക്കൊന്ന് നമ്മൾ വെച്ചത്, അവർക്ക് ഓൺലൈനിൽ 2 ആഴ്ച നേരം നമ്മൾ ഓൺലൈനിലൊരു ക്ലാസ് അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവർ വീടുകളിൽ നിന്നും പഠിക്കുന്ന റെക്കോർഡ് കൊടുത്തിട്ട് അത് ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തരുന്നുണ്ട്. പിന്നീട് ഇവിടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് കുട്ടികൾക്ക്. നമ്മൾ ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് വരികയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഖുർആൻ ഓതിപ്പിക്കാനും ഖുർആൻ പഠിപ്പിക്കാനും അവർ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി നമ്മൾ ആരംഭിക്കുകയാണ്. അടുത്ത വർഷം ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അവർക്ക് ജോലി കൂടെ കിട്ടുന്ന ഒരു രൂപത്തിലാണ് ആ സാധനം നമ്മൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്, രൂപം കൽപ്പിച്ചിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളെ സംബന്ധിച്ചിട്ട് വളരെ വലിയ ഉപകാരവും, അതുമാത്രമല്ല ഇത് ഖുർആനോടുള്ള ഒരു സപ്പോർട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അതേ മോഡൽ കുട്ടികൾക്ക് വീടുകളിൽ ഖുർആൻ ക്ലാസ് എടുക്കണം. ഇതിന് അവർക്ക് സെമസ്റ്ററിൽ കൊടുത്തതാണ്. 10 പേരെ 2.5 മാസം കൊണ്ട് അവർ ഖുർആൻ പഠിപ്പിക്കണം. അതിന് നമുക്ക് റിപ്പോർട്ട് തരണം. അങ്ങനെ അവരുടെ വീടുമായി ബന്ധപ്പെട്ട് സാഹചര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയും അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാഹ് ഇവിടുന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നീട് എൻ്റെ ഉമ്മമാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ സംബന്ധിച്ച് നേരത്തെ സാറ് പറഞ്ഞു ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഞാൻ പാരൻസിനോടൊക്കെ പറയാറ്, നമ്മൾ കുട്ടികളെ ആക്ഷേപിച്ചിട്ട് കാര്യമല്ല. കുട്ടികളോട് നമ്മൾ കൂടുതൽ ആക്ഷേപിച്ചിട്ടോ കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല. മറിച്ച് നമ്മൾ ചില വിഷയങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾ ഏറ്റവും കൂടുതൽ നമുക്കിപ്പം ക്യാമ്പസുമായി ഫീൽ ചെയ്യുന്നത് ഈ കോവിഡിന് ശേഷമുള്ള ഒരു പ്രത്യേക പ്രശ്നമാണ് ഈ മൊബൈലിൻ്റെ അടിമയാകുക എന്നുള്ളത്. ഈ കോവിഡിന് ശേഷമുള്ള പ്രത്യേക പ്രതിസന്ധി, കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് തുടങ്ങിയ ആ വർഷം കുട്ടികൾ ഇവിടെ അഡ്മിഷൻ നടന്നത് 18 കുട്ടികൾ അന്ന് ഒഴിവാക്കേണ്ടി വന്നു. കാരണം അവർക്ക് ഈ മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പോവുകയാണ്. അത്രയും അതിന് അടിമകളായി പോകുക എന്നുള്ളത്. അതിൽ നമ്മൾ ഉപ്പമാരെ എന്ത് ചോദിക്കുകയുള്ളൂ, സ്വാഭാവികമായിട്ടും മോക്ക് ഫോണൊന്നും കൊടുക്കുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഉമ്മമാർ പറയില്ല ഫോണൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഉമ്മമാർക്ക് അത് നിയന്ത്രിക്കാൻ കഴിയില്ല. അതിനപ്പുറമാണ് കുട്ടികളുടെ ഒന്ന് കണ്ണ് വെട്ടിക്കുമ്പോഴേ കുട്ടികൾ ഫോൺ എടുക്കും. അപ്പോൾ അവർക്ക് ഉമ്മമാരെ ആക്ഷേപിക്കുന്നതിന് പകരം അവർ ശ്രദ്ധിക്കേണ്ട. ഒരു ഉമ്മ എന്നോട് പറഞ്ഞു, ഞാൻ മോള് വന്നാൽ മൊബൈൽ ഫോൺ ഞാൻ അൾമാറയിൽ വെച്ച് പൂട്ടലാണ്, പിന്നെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പിന്നെ എടുക്കലില്ല. കാരണം അവനെ പറഞ്ഞ് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ള കാരണത്താൽ. അപ്പോൾ അങ്ങനത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കുട്ടിക്ക് ഫോൺ കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. കാരണം അങ്ങനെ നടക്കൂല, ആർക്കും സംഭവിക്കില്ല. ഞാൻ ആരെങ്കിലും അങ്ങനെ നടക്കുകയാണെങ്കിലോ വളരെ സന്തോഷം. അപ്പം ഞാൻ പറയുന്നത്, മൊബൈലിൽ നിന്ന് അടിമപ്പെട്ടുന്ന ഒരു സിസ്റ്റം, ഒരു പ്രവണത നമ്മളെ ക്യാമ്പസിൽ കാണുന്നുണ്ട്. അത് കുട്ടികൾ 3-4 ദിവസം വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് സമീപിച്ച് നോക്കുന്നേരം 25-26 പിന്നെ അവർ വീഡിയോസുകൾ അവർ കണ്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നാണ് അവ ചില 1-2 കൗൺസിലർ നമ്മളോട് പറഞ്ഞു. അപ്പം അത് അവരെ തെറ്റായ പ്രവണതയിലേക്ക് നയിക്കുകയും ഈ തെറ്റായ പ്രവണത നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയും ചെയ്യുമ്പോഴാണ് വലിയ അപകടം കുട്ടികളിൽ കാണുന്നത്. സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികളിൽ കാണുന്ന നേരം ആ കുട്ടിയുടെ പോക്ക് ശരിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലും. ചില വിഷയങ്ങളിൽ കുട്ടികൾ കളവ് കാണാൻ കഴിയും. ചില സമയത്ത് കുട്ടികളുടെ പഠനത്തിന് പിറകോട്ട് പോകും. ഈ സമയത്തൊക്കെ നമ്മൾ കുട്ടിയിൽ എന്തോ അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. ഒരിക്കൽ കുട്ടി പഠിക്കുന്നില്ല, തീരെയും പഠിക്കുന്നില്ല. അപ്പോൾ പഠിക്കാത്തതിൻ്റെ പ്രശ്നം അന്വേഷിച്ച് നോക്കി കുട്ടികൾ സ്വാഭാവിക ടീച്ചർമാരോട് പറയില്ല, കൗൺസിലേഴ്സിനോട് എല്ലാം തുറന്നു പറയും.
അങ്ങനെ കൗൺസിലേഴ്സിനെ കൊണ്ടുപോയി കാണിച്ച സമയത്താണ് കുട്ടിയുടെ പ്രശ്നം എന്താണ്, ഉമ്മയും ഉപ്പയും വീട്ടിൽ തെറ്റിയിട്ടുണ്ട്, ഉപ്പയുമായിട്ട് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ കുട്ടി ഇവിടെ വന്ന് ആലോചിക്കുന്നത് എന്താണ്, അവർ മിണ്ടിയോ എന്നുള്ളതാണ്. അപ്പോൾ വീട്ടിലുള്ള പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, അപ്പോൾ കുട്ടികളുമുള്ള സമയത്ത് നമ്മൾ പരസ്പരം തർക്കിക്കാതിരിക്കുക, കുട്ടികളുള്ള സമയത്ത് പരസ്പരം ഉപ്പനെ ചീത്ത പറയാതിരിക്കുക, ഉമ്മനെ ചീത്ത പറയാതെ മറുത്തു പറയാതിരിക്കുക, ക്രോസ് ചെയ്യാതിരിക്കുക, ഇത്തരം തുടങ്ങിയിട്ടുള്ള സ്വഭാവങ്ങൾ നിങ്ങൾ വീടുകളിൽ നിന്ന് ശ്രദ്ധിക്കുന്ന നേരം നല്ലതാണ്. അത് ഇവിടേക്ക് എത്തുമ്പോൾ കുട്ടികളിൽ അത് വല്ലാതെ നമ്മൾ കാണുന്നുണ്ട് പഠിക്കുന്നതിന്. പിന്നീട് അതപ്പോൾ ഓരോ വിഷയത്തിൽ ഇപ്പോൾ ചില വിഷയങ്ങൾ കളവ് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ കളവ് ചെയ്യും. ഇപ്പം വേറൊരു വിഷയം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബേക്കറി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറയും. ഈ ബേക്കറി കൊണ്ടുവരണ്ട എന്നുള്ളത് കുട്ടിയെ കൊടുക്കുന്നതിനെതിരായത് കൊണ്ടല്ല. സ്വാഭാവികമായിട്ടും ഒരു ബേക്കറി നമുക്ക് രാവിലെയും 10 മണിക്കും വൈകുന്നേരമൊക്കെ സ്വാഭാവികമായിട്ടും വ്യത്യസ്ത ബേക്കറി ഐറ്റംസുകൾ കുട്ടികൾ ഇവിടെ ക്യാമ്പസിൽ കൊടുക്കുന്നുണ്ട്, ചായ കടിയായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരൊറ്റ കടിയല്ല, ഒരു ദിവസം മാറി കുട്ടികൾ ചോദിച്ചാൽ അറിയാം. അപ്പം ഈ ബേക്കറി കുട്ടികൾ കൊണ്ടുവരുന്ന സമയത്ത് ഈ കുട്ടികൾ പുതപ്പിലെന്ത് രാത്രി അവർക്ക് കാണാനോ ഒന്നിച്ച് നിന്ന റൂമിലുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ട ഒരു സ്വാഭാവികമാണ്, അല്ലെ അവരെടുക്കും. അപ്പോൾ അവരെടുക്കാതിരിക്കുകയാണെങ്കിൽ ഇവർ ബാഗിൽ സൂക്ഷിച്ചു വെക്കും. പിന്നെ ഇവർ ഭക്ഷിക്കപ്പോഴാണ് രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് പുതപ്പൊക്കെ ഇട്ടിട്ട് പുതപ്പിൻ്റെ ഉള്ളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പം അടുത്ത് ഞാനൊരു ക്ലാസ് കയറിയ സമയത്ത് ഒരു കുട്ടീനെ പിടിച്ച്, അപ്പോൾ കുട്ടീൻ്റെ മാഷാണ് എന്നോട് പറഞ്ഞത്, കുട്ടി തീരെ ശ്രദ്ധിക്കുന്നില്ല. എന്താ സംഗതി, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബിസ്ക്കറ്റ് കുട്ടി ക്ലാസ്സിൽ നിന്ന് നിക്കാബ് ഇടുന്ന സമയത്ത് നിക്കാബ് ഇങ്ങനെ പൊന്തിച്ച് തിന്നു, സാറത് കാണിയില്ല. ഇവിടെ ഉണ്ടായ വിഷയം കഴിഞ്ഞ ആഴ്ച പിടിച്ച. അപ്പോൾ ഇങ്ങനെ അസ്വാഭാവികമായ ചില വിഷയങ്ങൾ കുട്ടികളെ കാണും. അപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. ചില ആൾ കളവിലായിരിക്കും, ചില ഉമ്മമാർ കാണാതെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന നേരം അവരൊരു കളവ് എന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു സാധനം ഉണ്ടാക്കുകയാണ് കളവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒളിച്ച് പോകാനുള്ള ഒരു മാർഗ്ഗം അവർ തേടുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുട്ടികളുണ്ടാവും. ആ കുട്ടികളിലേക്ക് സംബന്ധിച്ചിടത്തോളം അവർ വളർന്നു വരുന്ന പ്രായമാകുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടമാണ്. അപ്പോൾ ആ കുട്ടീനെ ഒരു കഴിവ് ഏത് നിലയിലേക്കാണ് എന്ന് അറിയാൻ വലിയൊരു പ്രയാസമല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ്സിന് കൈയായിട്ട് നമ്മൾ, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ബസ് പോകുന്നത് സുൽത്താൻ ബത്തേരിയിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ബസ് സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന തിരിച്ചറിയാൻ വലിയൊരു കഴിവൊന്നും വേണ്ട. അത് സ്വാഭാവികമായിട്ട് അത് ബോർഡ് വെച്ചിട്ടുണ്ട്, അതിൽ കയറിയിരുന്നാൽ സുൽത്താൻ ബത്തേരിക്ക് പോകും. അടുത്ത ബസ് വരികയാണ് പാലക്കാട് തിരിച്ചറിയാൻ ഒരു പ്രശ്നമില്ല, അത് പാലക്കാടേക്കാണ് പോകും. അങ്ങനെ കുട്ടികളിൽ കാണുന്ന ചില സ്വഭാവങ്ങൾ അവരെത്തുന്ന പ്രദേശം കൂടി തിരിച്ചറിയാൻ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സാധിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സ്വാഭാവികമായിട്ട് ഇതിൽ കൂടുതൽ ഉമ്മമാർ ആ വിഷയം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുകയും 1-2 പ്രാവശ്യം പറഞ്ഞാൽ പോലും അത് തിരിച്ചറിഞ്ഞ് ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ, നമ്മുടെ ക്യാമ്പസിൽ ഒരു കുട്ടി വന്ന് എന്ന് കരുതിയത് കൊണ്ട് കുട്ടി എന്ത് ചെയ്യൂല, എല്ലാം 100% ആവൂല. അത് 100% ആക്കുന്നതിന് പ്രാക്ടിക്കൽ സാധനം ഇവിടെ കിട്ടും. ഉദാഹരണത്തിന് ഇജാബ് ഇടണം, ആ ഇജാബ് ഇടണ ഒരു പരിശീലനം ഇവിടെ കിട്ടും. ആ ഇജാബ് നിർബന്ധം എന്നുള്ളതിൽ വീട്ടിലെത്തുന്ന സമയത്ത് നിങ്ങൾ ഡ്രസ്സ് മാറ്റി ധരിക്കുകയോ അതല്ലെങ്കിൽ ഉമ്മ ഇജാബ് ധരിക്കുകയോ ചെയ്യാത്ത കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കുട്ടി എന്ത് ചെയ്യൂല, ഇജാബ് ധരിക്കൂല. അപ്പോൾ ഇവിടുന്ന് ഇജാബ് ധരിച്ച് എന്നതുകൊണ്ട് പ്രയോഗമില്ല. അതേ മോഡലിൽ ഞാൻ പ്രത്യേകിച്ച് പറയാം, ഇവിടെ തഹജ്ജുദ്, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ തഹജ്ജുദ് പോയപ്പോൾ കുട്ടികളെ ഒരു 80%, കുറച്ച് കുറേ കുട്ടികൾ നിസ്കാരമില്ലാത്തവരുണ്ടാവും, 80% കുട്ടികളും നമ്മളൊന്നും വലിയ പ്രസ്സിങ്ങോ അല്ലെങ്കിൽ ടീച്ചർമാർ ക്ലാസ് റൂമിൽ പോയി വിളിച്ചോണത്തി തഹജ്ജുദ് നിസ്കരിക്കാൻ പോകണമെന്നൊന്നും ഇവിടെ പറയാറില്ല. ജസ്റ്റ് ഞാനൊന്നും എടുത്ത് നോക്കും, അല്ലെങ്കിൽ കുട്ടികളെ ചോദിക്കും, അല്ലെ അധ്യാപകർ റൗണ്ട് ചെയ്യും. റൗണ്ട് ചെയ്യില്ല, എല്ലാ ദിവസവും റൗണ്ട് ചെയ്യില്ല. ഞാൻ പറയും, ഒന്ന് കണക്കെടുക്കാൻ പറയും ഇടയ്ക്കൊന്ന്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം ഞാനൊന്ന് സുബഹിക്ക് 4:45 പോയി നോക്കണേ കുട്ടിയൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. അപ്പോൾ കണ്ടാൽ ഭയങ്കര സന്തോഷം, തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്യും, അപ്പോൾ ദുആ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയുന്നുണ്ട്, എപ്പോഴും ഈ തഹജ്ജുദ് നമസ്കരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ അസുഖം ഉണ്ടാവും, ഉമ്മക്ക് അസുഖം ഉണ്ടാവും, ബാപ്പക്ക് അസുഖം ഉണ്ടാവും, ബാപ്പൻ്റെ ജോലി പ്രശ്നം ഉണ്ടാവും, സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, വീട് പണി ഉണ്ടാവും, അത് പ്രസവമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും, ഉമ്മൻ്റെ ആരോഗ്യ പ്രശ്നം എല്ലാം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് ആടെ തഹജ്ജുദ് നിസ്കരിച്ച് ഒന്ന് അള്ളാഹിനോട് കൈ പിടിച്ച് എൻ്റെ ഉമ്മക്കും ഉപ്പക്കും ഇങ്ങനെ മാറ്റണേ എന്ന് അള്ളാഹിനോട് പറഞ്ഞാൽ അത് നിർബന്ധമായിട്ട് ആ ദുആ സ്വീകരിക്കും എന്നുള്ള സംശയമില്ലാതെ ഞാൻ കുട്ടികളോട് പറയാറുണ്ട്. അതിൻ്റെ കൂടെ ഒന്നുകൂടെ സ്ട്രോങ് ആകണമെങ്കിൽ 2 തുള്ളി കണ്ണിന്ന് കൂടി വെള്ളം വന്നാൽ ആ സാധനം 100% ഒക്കെ എന്ന് ഞാൻ പറയാറുണ്ട് കുട്ടികളോട്. അത് നിങ്ങൾ പഠിച്ച് അങ്ങനെ നിങ്ങൾ ദ്വാരന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ആ കിട്ടാത്ത വിഷയം എന്നോട് പറയണമെന്നും പറയലുണ്ട്. കാരണം അത് ഉറപ്പാണ്. അപ്പം നമ്മൾ ഒരു പക്ഷേ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കും ഇവിടുന്ന്, ആ ട്രെയിനിങ് ആണ്. സ്വാഭാവികം വീട്ടിലെത്തിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കാനും വീട്ടിൽ ഉമ്മയില്ല ഉപ്പയില്ല, അവരൊക്കെ ബാങ്ക് കൊടുത്ത് ഖളാ ആകണതിന് മുന്നേ നിസ്കരിക്കുന്ന ആളാണെങ്കിലോ ഇവിടുന്ന് ട്രെയിനിങ് കൊടുത്ത് പരിശീലിപ്പിച്ചിട്ട് കാര്യമല്ല.
അപ്പോൾ ഇവിടെ നിന്ന് കേവലം ഒരു പരിശീലനം മാത്രം കിട്ടിയത് കൊണ്ട് കാര്യമില്ല. അത് സൂക്ഷിച്ച് കൊണ്ടു നടക്കാനുള്ള ട്രാക്ക് വീടുകളിൽ ഉണ്ടാകണമെന്നാണ് ഞാൻ പറയാറ്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ചതിക്കുയിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് കളവ് കുട്ടികൾ പറഞ്ഞു പഠിക്കുക, നിസ്സാര വിഷയങ്ങളിൽ നിന്ന് കളവ് പറഞ്ഞു പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ കളവിൻ്റെ നമ്മുടെ വലിയ വലിയ കടത്തുകാരൊക്കെ നമുക്ക് യൂട്യൂബുകളിലൊക്കെ നടത്തിയാൽ അറിയാം. വലിയ വലിയ കള്ളന്മാർ, ഈ കള്ളന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എപ്പോഴും നിസ്സാര വിഷയമെടുത്ത് ഉപ്പയുടെ പോക്കറ്റിൽ നിന്ന് 10 രൂപ എടുത്തും കണ്ടായിരിക്കും കളവ് പഠിച്ചിട്ടുണ്ടാകുക. അല്ലെ വീട്ടിലുള്ള എന്തെങ്കിലും സാധനം മോഷ്ടിച്ചിട്ടാണ് കളവ് പഠിച്ചിട്ടുണ്ടാകുക. അപ്പം ഞാൻ ഉമ്മമാരോട് എൻ്റെ അടുത്ത് വരുന്ന പേഴ്സണൽ കുട്ടികളെ കാണുന്ന അസ്വഭാവമുള്ള ആളുകളോട് ഞാൻ പറയാറുണ്ട്, വീട്ടിൽ നിങ്ങൾ ബേക്കറി വാങ്ങി വെക്കുന്ന സമയത്ത് പോലും നിങ്ങളെ കാണാതെ കുട്ടികൾ ബേക്കറി എടുക്കുന്ന ശീലം നിങ്ങൾ വീട്ടിലുണ്ടാക്കരുത്. പെർമിഷൻ ചോദിക്കുക, അമ്മ ഒരു ബേക്കറി എടുക്കട്ടെ, ഓക്കെ ഈ എടുത്തോ, അങ്ങനെ പെർമിഷനും കൊടുത്താളോ. കാരണം ഇല്ലെങ്കിൽ ഓല് എന്ത് ചെയ്യും, കാണാതെ എടുക്കും. അപ്പോൾ ആ പെർമിഷൻ ചോദിച്ചെടുത്താൽ ഒരു സ്വഭാവം ഇല്ലാതാവും. അതേ മോഡൽ നമ്മളെ കേസിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഇപ്പോൾ പാരൻസിനിടയിൽ 10 റുപ്യ, ഒരു 50 റുപ്യ, 100 റുപ്യ എടുത്താലും ആർക്കും ഒരു പ്രശ്നമില്ല, നമ്മൾ ശ്രദ്ധിക്കുകയില്ല, നമ്മൾ അറിയുകയില്ല. അത് പെർമിഷനോടുകൂടെ 1000 റുപ്യ എടുത്താലോ ഒരു നല്ല സ്വഭാവമായി. ഇവിടെ 10 രൂപ കാണാതെ എടുക്കണേരെ കുട്ടിയുടെ സ്വഭാവം മാറിപ്പോയി. അങ്ങനെ ശീലമുണ്ടാവും. പിന്നീട് വേറൊരു ശൈലിയാണ് നല്ല ഹിഫ്ള് പഠിക്കണം, പിന്നെ നല്ലോണം ഹിഫ്ള് പഠിക്കണം. പക്ഷേ ഇവിടെ കുറേ ലീവായിരിക്കും. എല്ലാ വിഷയത്തിനും ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾക്ക് ഇവിടെ ലീവായിരിക്കും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ട്രാക്കിലേക്ക് വന്ന് പിന്നെ ലീവ് കഴിഞ്ഞ് പിന്നെ വരുന്നേരം നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറിലിട്ട് പിന്നെ 5 ഗിയറിലിട്ട് കണ്ട് സ്പീഡ് പോണേ 60-70 സ്പീഡ് പോണേരം പിന്നെ ഫസ്റ്റ് ഗിയറിലാക്കി എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആ ഫീല് കുട്ടിക്ക് പെടും. 1. 2, അതേപോലെ ചില ആളുകൾ സുൽത്താൻ ബത്തേരി എത്തേണ്ട ആളായിരിക്കും, പാലക്കാട് ബസ്സിൽ കയറിയിരിക്കും. ഇഫ്ള് ആണെന്നൊക്കെ പറയും, എന്നിട്ട് പാലക്കാടൊക്കെ പോവുക, എത്തേണ്ട സുൽത്താൻ ബത്തേരിയും. അപ്പം ലക്ഷ്യം അലക്ഷ്യമായി നടത്തിയത് കൊണ്ടും പ്രായോഗികമാണ്. ഇതൊന്നും സ്ഥാപനമോ അധ്യാപകരോ ഇതിലൊന്നും എന്തല്ല, ഉത്തരവാദികളല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട പാരൻസിനോട് പ്രത്യേകിച്ച് ഉണർത്തുകയാണ്. അതുകൊണ്ട് അധ്യാപകർ എന്തെങ്കിലും ഒരു വിഷയം ശ്രദ്ധിക്കണമെന്ന് പറയുന്ന സമയത്ത് മോൾ കുറച്ച് കളി കൂടുതലാണ്, സംസാരം കൂടുതലാണ്, ഒന്ന് ശ്രദ്ധിക്കണം, മോളൊരു ഗൗരവം പറയണം എന്ന് പറയുമ്പം അതും നിങ്ങൾ അതേ രൂപത്തിൽ തന്നെ കുട്ടികളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ കൂടെ ചേർന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ ചില കുട്ടികൾ 2-3 കുട്ടികളുടെ അടുത്ത് നമ്മൾ അങ്ങനെ തന്നെ പ്രശ്നം കാണാം, വീട്ടിലേക്ക് പോകുന്നതിനെ കൂടുതൽ മൊബൈൽ ഉപയോഗം. അപ്പോൾ അത് ഇവിടെ വന്ന് അവർ ചിലവാക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, പഠിക്കാനുള്ള താല്പര്യം കുറവില്ല. അങ്ങനെയുണ്ട്. അതേ മോഡൽ അസുഖവുമായി ബന്ധപ്പെട്ട രോഗം. പെൺകുട്ടികളായതുകൊണ്ട് ചില രോഗങ്ങൾ കുട്ടികൾ പറയൂല, രക്ഷിതാക്കൾ അതെന്ത് ചെയ്യൂല, അത്ര മൈൻഡ് ചെയ്യൂല. ഈ തവണ ഞാൻ തന്നെ ഒരു കുട്ടികളെ പഠനത്തിൽ മോശമുള്ള കുട്ടികളെ പേരെഴുത്ത് കൊണ്ടുവരാൻ പറഞ്ഞപ്പം 2-3 കുട്ടികളെ കിട്ടി. ആ കുട്ടികൾ പഠനത്തിന് മോശമാണ്. എന്താ അന്വേഷിച്ചപ്പം കുട്ടിക്ക് ബോർഡിലേക്ക് കാഴ്ച കാണാൻ കഴിയുന്നില്ല. ബോർഡിലേക്ക് കാണാൻ കഴിയാത്തത് എന്നുള്ളത് കാഴ്ച കുറവാണ്. അപ്പോൾ ഞാൻ കുട്ടികളെ വിളിച്ച് എന്താ പ്രശ്നം എന്ന് വെച്ച്. അപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞു, ഉപ്പനോട് ഞാൻ കുറേ പറഞ്ഞിട്ട് ഇപ്പം മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ കുട്ടികൾ പറയണ ചിലപ്പോൾ വിശ്വസിക്കാൻ കഴിയൂല. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ആ 3 ഉപ്പമാരുടെ നമ്പർ ഞാൻ വാങ്ങി ആ സ്പോട്ടിൽ തന്നെ ഞാൻ വിളിച്ചു. വളരെ അടുത്ത ദിവസം തന്നെ നിങ്ങൾ കുട്ടീനെ വന്ന് വിദഗ്ധമായ കുട്ടികളെ കാണിക്കണം. അങ്ങനെ കഴിഞ്ഞ് കാണിച്ചു, അവർ പറഞ്ഞതനുസരിച്ച് കാണിച്ചു. പിന്നെ കണ്ണട ഇടേണ്ട ആവശ്യമാണ്. കണ്ണട ഇടേണ്ടതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മാഷോട്, ഇപ്പോൾ കുട്ടി നല്ല ക്ലാസ് നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ചില രോഗങ്ങൾ അത് നമ്മളൊരു കുട്ടിക്ക് ഉണ്ടായിരുന്നു, കാലിൻ്റെ മുട്ട് ഈ പിന്നെ ആ ചിരട്ട മേലോട്ട് കയറുന്ന ഒരു അസുഖം. അത് വേണ്ടപ്പെട്ടവരത് പാരൻസ് ശ്രദ്ധിക്കുന്നില്ല. അപ്പം ചില രഹസ്യ രോഗങ്ങളും ചില കുട്ടികൾ ഉമ്മമാരോട് മാത്രം പറയുന്ന ചില രോഗങ്ങളും നമ്മൾ ചില ഡോക്ടർമാരുമായിട്ട് ഇവിടെ പറഞ്ഞത് റിയാസ് സാർ ഉൾപ്പെടെയുള്ള ചില ഡോക്ടർമാർ നമുക്കിവിടെ കൺസൾട്ടിങ് സാറ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന നേരം ഇങ്ങനത്തെ അസുഖങ്ങളുള്ളതായിട്ട് കാണും. അപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 6 സ്കാനിങ് കുട്ടികൾക്ക് പിന്നെ സ്കാനിങ് എടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടാണ് പാരൻസ് എന്ത് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നത് അസുഖം എന്താണെങ്കിലും ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ നിന്ന് തന്നെ നടത്തണം. അവർ പക്ഷേ നിങ്ങൾ ദൂരമുള്ള ആളുകളായിരിക്കും, അടുത്ത ആളുകളായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷേ ചില ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ശരിയാക്കി കൊണ്ടുവരേണ്ട ചില ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്തരം വ്യവസ്ഥ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നിങ്ങൾ ഉണർത്താനുള്ളത്. അത് നിങ്ങൾ കൂടി ശ്രദ്ധിച്ച് വീട്ടിൽ നിന്ന് കുട്ടികളുടെ പ്രത്യേകിച്ച് നിസ്കാരങ്ങൾ, അതിനെ ഖുർആൻ പാരായണങ്ങൾ. സ്വാഭാവികമായിട്ട് ഒരു കുട്ടീനോട് വന്ന് പറഞ്ഞു, ഉസ്താദെ ഞാൻ എത്ര സുബീനെ മുന്നേ എണീക്കാൻ പറഞ്ഞാലും ഇമ്മ പറയും കുറച്ചുകൂടെ കടന്നു ഈ ആടുന്ന് കുറേ
എണീക്കണമല്ലേ, അവർക്ക് ക്ഷീണം ഉണ്ടാവും, ഒരു റീമോട്ടിവേഷൻ. കുട്ടീൻ്റെ അടുത്ത് പക്ഷേ കഴിച്ചിലാകാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. ഉമ്മ ബാബായി കുട്ടി ഒരു ചെറിയ കുട്ടിയല്ലേ എന്ന് കരുതിയിട്ട് പറഞ്ഞതായിരിക്കും. സത്യത്തിൽ അവരുടെ എതിർപ്പൊന്നും ആർക്കും പരസ്പരം ഉണ്ടായിക്കൊള്ളില്ല. പക്ഷെ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ അത് വലിയൊരു ഒരു ബുദ്ധിമുട്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളൊക്കെ പറയേണ്ടത്, നമ്മുടെ ഈ കാര്യം കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധ്യാപകരോട് ചോദിച്ച്, അധ്യാപകരുടെ അഭിപ്രായങ്ങൾ ചോദിച്ച്, വെറും ഇവിടെ വന്ന് ഇങ്ങനെ പോവുക എന്നുള്ള ഉപരി അത് അധ്യാപകരെ കണ്ട്, ഇപ്പോൾ ഇഫ്ളാണെങ്കിലും സ്കൂളാണെങ്കിലും മദ്രസയാണെങ്കിലും ഒക്കെ ചോദിക്കണം. അത് ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെ തന്നെ ചില ആളുകൾ തീരെ ചോദിക്കാത്ത ആളുകളുണ്ട്. ഇപ്പോഴും ഇന്ന് എല്ലാവർക്കും ഓരോ ക്ലാസ് റൂമിൽ, നേരത്തെ വരാത്തവർക്ക് വേണ്ടി പറയും, ഓരോ ക്ലാസ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് റൂമിൽ ഒരു ക്ലാസ്സിൽ ഇഫ്ളാണ്, അത് ഇഫ്ളുമായിട്ട് ബന്ധപ്പെട്ട് ടീച്ചർമാരെല്ലാവരും ആ ക്ലാസ് റൂമിൽ ഉണ്ടാവും. അപ്പോൾ മോളെത്ര പഠിച്ച്, എവിടെയാണ് റെക്കോർഡ്, ഓളെ എഴുതി വെക്കലുണ്ടോ, ഇവിടെ എന്താ എഴുതി വെക്കുന്നുണ്ടോ, പഠിക്കാത്ത എഴുതുണ്ടോ, പഠിക്കണ എഴുതിയുണ്ടോ, ലീവ് ചെയ്ത് എല്ലാം അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അടുത്തത് മദ്രസയാണ്. മദ്രസയിൽ എത്ര കുട്ടികൾ എത്ര ദിവസം വന്നില്ല, ഒക്കെ എത്ര മാർക്കുണ്ട്, ഏതൊക്കെ സബ്ജക്റ്റ് അവർക്ക് കൂടുതൽ മാർക്കുള്ളത്, മാർക്കില്ലാത്തത്, അത് വേറെ ക്ലാസ് റൂമിൽ എല്ലാ മദ്രസയിൽ ഉസ്താദന്മാരൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ അടുത്തത് 2 ക്ലാസ് റൂമുണ്ട്, ഒരു UP സെക്ഷനും ഹൈസ്കൂൾ സെക്ഷനും. അവിടെ നമ്മൾ 2 അധ്യാപകർ, അവിടെയുള്ള അധ്യാപകർ, അവർ ക്ലാസ് എടുക്കുന്ന എല്ലാ അധ്യാപകരും ക്ലാസ് അധ്യാപകർ അവിടെ ഉണ്ടാവും. അപ്പോൾ അവരോട് ചോദിച്ചു, മോൾ പഠിക്കുന്നുണ്ടോ, ഏത് സബ്ജക്റ്റിലാണ് മോൾക്ക് പിറകിലുള്ളത്, അങ്ങനെ നിങ്ങൾ ചോദിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കി തന്നെ നിങ്ങൾ ഇന്ന് പോകണം എന്ന് ഞാൻ തർപ്പിച്ച് പറയുകയാണ്. കാരണം പൊതുവേ സ്വാഭാവികമായിട്ട് പാരൻസിനോട് ഇങ്ങനെ മാർക്കൊക്കെ ചോദിക്കാൻ പറയണ ചില ആളുകൾക്ക് പേടിയാണ്. എനിക്ക് ഭയങ്കര ധൈര്യമാണ്. കാരണം പാരൻസ്, മാർക്കില്ലാത്ത പാരൻസ് എന്നോട് ചോദ്യം ചെയ്യുക, എന്താ കുട്ടിക്ക് മാർക്കില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാരൻസിനോട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. ഇങ്ങനെ തന്നെ ഇവിടെ ഇന്നലെ ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ മീറ്റിങ്ങും അതിൻ്റെ മുന്നേ ഫാക്കൽറ്റീൻ്റെ മീറ്റിങ്ങൊക്കെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ് സിസ്റ്റം ഉള്ളത്. അപ്പോൾ മാർക്ക് കുറയുക, അത് പഠനത്തിന് പിറകോട്ടില്ല ഉണ്ടാകാൻ പാടില്ല. അത് പാരൻസ് എന്താണോ ചോദിക്കുന്നത് അത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം വേണം. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഏറ്റുമുട്ടലായിട്ടല്ല, എന്താ ഇങ്ങനെയെന്നല്ല, മറിച്ച് നമ്മൾ കാരണങ്ങൾ കണ്ടെത്തി നമ്മുടെ കുട്ടികളുടെ പുരോഗതിക്കാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ആ രൂപത്തിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കണം. ക്ലാസ്സുകൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പ്രത്യേകം പറയാണ്. പെട്ടെന്ന് വീട്ടിലേക്ക് പോകുകയല്ല വേണ്ടത്. അത് എന്തെങ്കിലും പരിഹരിക്കാൻ കഴിയാത്തത് അല്ലെ പരിഹരിക്കണമെന്ന് എന്നെ അറിയിക്കണമെന്ന് തോന്നുന്ന ആളുകൾ എൻ്റെ അടുത്ത് വന്ന ഉസ്താദ്, ഞങ്ങൾ ഇഫ്ലും പോയി മദ്രസയിലും കണ്ട് സ്കൂളിലൊക്കെ കണ്ട്, പക്ഷേ ബയോളജിയിൽ മോള് കുറച്ച് മോശമാണ്, ആ ഉസ്താദ് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ആളിൻ്റെ ഡയറിയിൽ എഴുതിയേക്കും, മോള് ബയോളജിയിൽ മോശമാണ്, ആളെ പേരും ഇതൊക്കെ എഴുതിയേക്കും. അപ്പോൾ എനിക്കും ശ്രദ്ധിക്കാനൊരു മറ്റേ നമ്മൾ ഇത്രയും കൂട്ടാൻ ഞാൻ എങ്ങനെ ശ്രദ്ധിക്കുക? നിങ്ങൾ ആരെങ്കിലും പറയണ്ട നിങ്ങളെ കുട്ടി മോശമാണെന്ന് നിന്നോട് വിളിച്ച് പറഞ്ഞാൽ ഞാൻ ആ കുട്ടീനെ ഒന്നുകൂടി ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളായതുകൊണ്ട് സാർക്കൊക്കെ അറിയാം, റിയാസാറ മോൾ ഉൾപ്പെടെ വില തങ്ങളെ മോളൊക്കെ ഇവിടെ ഉണ്ട്. ഒരാളെയും ഞാൻ ക്യാബിലേക്ക് വിളിക്കാനില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളാകുന്ന സമയത്താണ് അവരൊക്കെ എൻ്റെ അടുത്ത് എത്തുക. അപ്പോൾ പെൺകുട്ടികളായിട്ട് ഞാനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരുമായിട്ട് അത്ര ബന്ധേ നമുക്ക് എന്തുണ്ടാവുള്ളൂ. മറ്റ് ടീച്ചർമാരാണ് ഏറ്റവും കൂടുതൽ അവരെ എന്നും ഡയറി കാണുന്നതും ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നമ്മൾ ഈ സെഷന് ഇതാണ്. ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട ഡോക്ടർ റിയാസാറുണ്ട്, അതിന് മുന്നേ ബഹുമാനപ്പെട്ട തങ്ങളാപ്പ 2 വാക്ക് സംസാരിക്കും. അതിനുശേഷം പാരൻസിൻ്റെ കുട്ടികളെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആകുന്നതിന് വേണ്ട ചില നിർദ്ദേശങ്ങളും ബ്രെയിൻ ബൂസ്റ്റിങ്ങിന് ആവശ്യമായ ചില കാര്യങ്ങൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യം കൂടി ബഹുമാനപ്പെട്ട ഡോക്ടർ റിയാസാർ സംസാരിക്കും.